ഹരേ കൃഷ്ണ. മഹാബലി നമ്മൾ വിചാരിക്കുന്ന ആ ഒരു രീതിയിലല്ല ജീവിച്ചത് എന്നാണ് മനസ്സിലാവുന്നത്. അദ്ദേഹം യഥാർത്ഥത്തിൽ അന്ധനായിരുന്നു. നമ്മൾ എന്താണ് കേട്ടിട്ടുള്ളത്? അദ്ദേഹം വളരെ നല്ല ചക്രവർത്തി, വളരെ വളരെ ഗുണവാനായിരുന്നു, ജനങ്ങൾക്ക് എല്ലാ രീതിയിലും നന്മ ചെയ്തിട്ടുള്ളവനായിരുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അദ്ദേഹം കണ്ണൊക്കെ കാണുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അദ്ദേഹം ആര്യവംശത്തിന്റെ ഈ പ്രതിനിധികളെ അംഗീകരിച്ച ഒരാളായിരുന്നു എന്നാണ്. അതല്ല സത്യം. എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക സത്യം അതല്ലെന്നാണ്? അതായത് ഒരു കാലുകൊണ്ട് ഭൂമിയും മറ്റേ കാലുകൊണ്ട് ആകാശവും ഒരാൾ അളന്നു എന്ന് പറയുമ്പോൾ അതും വിശ്വസിക്കണമെങ്കിൽ അന്ധനായിരിക്കണം. അത് നമ്മൾ മനസ്സിലാക്കണം. മാജിക് അല്ലെങ്കിൽ അത്ഭുത പ്രക്രിയകൾ, അത്തരമൊരു അത്ഭുത പ്രക്രിയ ഇന്ന് നമുക്ക് കാണിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അന്നും അതാരും ചെയ്തിട്ടില്ല. ഇത്രയും ഡെവലപ്ഡ് ആയ ഒരു കാലത്ത് നമുക്കത് സാധിക്കുന്നില്ലെങ്കിൽ അന്നും അതാരും ചെയ്തിട്ടില്ല. അത് മനസ്സിലാക്കാനുള്ള യഥാർത്ഥ ബോധം നമുക്കുണ്ടാവണം. അപ്പൊ നമുക്ക് മനസ്സിലാവും അദ്ദേഹം അന്ധനായിരുന്നു. പിന്നെ എന്താണ് അവർ മഹാബലിയെ ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളത്? മഹാബലിയെ മോശക്കാരനാക്കി ചിത്രീകരിക്കാൻ വേണ്ടി അവരെഴുതിയ മഹാഭാരതം എന്ന ഗ്രന്ഥത്തിൽ ധൃതരാഷ്ട്രർ എന്ന കഥാപാത്രം യഥാർത്ഥത്തിൽ മഹാബലിയാണ്. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഏത് കുടുംബമാണ് മഹാഭാരതത്തിൽ പ്രകീർത്തിക്കപ്പെട്ടത്? ഏത് കുടുംബമാണ് മോശമായി ചിത്രീകരിക്കപ്പെട്ടത്? ധൃതരാഷ്ട്രരുടെ കുടുംബം നമ്മുടെ മലയാള സങ്കല്പങ്ങൾക്ക് ചേരുന്ന മഹനീയമായ ആദർശത്തിൽ അധിഷ്ഠിതമായ ഒരു കുടുംബമായിരുന്നു. മറിച്ച് പാണ്ഡുവിന്റെ കുടുംബമോ മലയാളി അംഗീകരിക്കാൻ സാധിക്കാത്ത ചില രീതികളിലുള്ള കുടുംബമായിരുന്നു. എന്നാൽ മഹാഭാരതത്തിൽ പ്രകീർത്തിക്കപ്പെട്ടതേത്? പാണ്ഡുവിന്റെ കുടുംബം. എന്തുകൊണ്ട്? അവിടെ ആര്യവംശത്തിന് വേണ്ടത്ര സ്വാധീനമുണ്ടായിരുന്നു. അവിടുത്തെ രീതികൾ അങ്ങനെയായിരുന്നു. എന്നാൽ ധൃതരാഷ്ട്രന്റെ കുടുംബത്തിലോ ആര്യവംശത്തിന് വേണ്ടത്ര സ്വാധീനം ചെലുത്താവുന്ന രീതികളില്ല എന്ന് ഗാന്ധാരിയുടെ വ്യക്തമായ ചില തീരുമാനങ്ങൾ അവിടെ